ഇന്നൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ്. തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ധാരാളം തുളസിയില ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകം കളറോ മണത്തിനോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത്. തുളസിയില ഒരു മുറ നിറയെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കീടങ്ങളെയും കതിരും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണിത്. ഇത് സോപ്പിൻ്റെ ബേസാണ്. അത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. നല്ല നാച്ചുറൽ ബേസ്. അത് മേടിച്ചിട്ട് അതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. അത് 500 ഗ്രാമിൻ്റെ ആയിരുന്നു. അതിൻ്റെ പകുതി 250 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ പീസാക്കിയിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അടിപാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മുകളിലൊരു പാത്രത്തിനകത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് മെൽറ്റായി കിട്ടും, ഒരുപാട് താമസമൊന്നുമില്ല. അത് മെൽറ്റായി വരുമ്പം നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞിട്ട് വേണം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന തുളസി നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരുപാടുമില്ല, വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാം. നല്ല നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ശരീരത്തിനും നല്ലതാണ്. അതിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ടാബ്ലറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ, അത് 1-2 എണ്ണം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഈ നമ്മുടെ ചർമ്മത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അതിൽ 2 എണ്ണം ഇതുപോലെ ഞെക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. ഗ്ലിസറിനും ഈ ഓയിലും തുളസി നീരും സോപ്പ് ബേസും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആവണം. നമ്മുടെ സാധാരണ സോപ്പ് പോലെ തന്നെ നല്ലോണം പതയുകയും എല്ലാം ചെയ്യും. മണം ഇതിന് പ്രത്യേകം മണത്തിനൊന്നും ചേർക്കാത്തതുകൊണ്ട് ഒറിജിനൽ തുളസി ഇലയുടെ മണം തന്നെ ആയിരിക്കും. അതിനുശേഷം ഈ മോൾഡ് ഉണ്ടെങ്കിൽ അതിലൊഴിക്കുക, അല്ലെങ്കിൽ ചെറിയ കപ്പ് ഉണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം നമ്മൾ ഡിസ്പോസിബിൾ കപ്പ് കിട്ടുമല്ലോ, അതിനകത്ത് ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മോൾഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടോടുകൂടി തന്നെ ഒഴിക്കുക, ഒരു കുഴപ്പമില്ല. ഒഴിച്ച് എല്ലാ ഇതിലും ഒഴിച്ച് വെക്കണം. അതിനുശേഷം ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് ഇതുപോലെ കപ്പിനകത്താണ് ഒഴിച്ചിരുന്നത്. എന്നിട്ട് ഇത് ഒരു 3-4 മണിക്കൂർ വെളിയിൽ വെച്ചിരുന്നാൽ മതി. സെറ്റാവും, പെട്ടെന്ന് തന്നെ സെറ്റാവും. നല്ലപോലെ തണുത്ത് സെറ്റായി കിട്ടും. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഉപയോഗിക്കാനും പറ്റും, ഒരു കുഴപ്പങ്ങളുമില്ല. നല്ല പതയുണ്ട്, നല്ല മണമുണ്ട്, നാച്ചുറലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.